നമസ്കാരം. അഴിമതി വാമന രൂപം കൊണ്ട് രാജ്യത്തെ അടിവെച്ചളന്നെടുക്കുമ്പോൾ മൗന വാൽമീകത്തിലാണ് ഭരണാധികാരികൾ. അഴിമതിക്കെതിരെ പോരാട്ടത്തെക്കുറിച്ചുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ അവകാശവാദങ്ങളെല്ലാം പൊയ്വാക്കുകളാണെന്ന് ആവർത്തിച്ച് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അസത്യം സകല മൂടികളും തുറന്ന് പുറത്തു വന്നിരിക്കുന്നു. സെബി മേധാവി മാധവി പുരി ബുച്ചും ഭർത്താവ് ധവാൽ ബുച്ചും അദാനിയുമായി ബന്ധപ്പെട്ടതും പുകമറയിലുള്ളതുമായ കടലാസ് കമ്പനികളിൽ നിക്ഷേപം നടത്തി എന്നതാണ് ഗുരുതരമായ വെളിപ്പെടുത്തൽ. US ആസ്ഥാനമായുള്ള ഷോർട്ട് സെല്ലർ ഹിൻഡൻബർഗ് തങ്ങളുടെ അന്വേഷണത്തിലൂടെയാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി സാമ്പത്തിക വെട്ടിപ്പിന് ഉപയോഗിക്കുന്ന തട്ടിപ്പ് ശൃംഖലയുടെ ഭാഗമാണ് ഈ സ്ഥാപനങ്ങൾ എന്നും വിസിൽ ബ്ലോവർ രേഖകളെ ഉദ്ധരിച്ച് ഹിൻഡൻബർഗ് വിശദീകരിക്കുന്നു. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിപണിയിൽ കൃത്രിമം കാണിക്കാൻ അദാനി ഗ്രൂപ്പ് ഉപയോഗിച്ച ബർമുഡയിലെയും മൗറീഷ്യസിലെയും കടലാസ് കമ്പനികളിൽ 2015 മുതൽ സെബി മേധാവിയും ഭർത്താവും നിക്ഷേപം നടത്തിയതായി രേഖകൾ വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2023 ജനുവരിയിൽ മറ്റൊരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇതിൽ സ്റ്റോക്ക് കൃത്രിമത്വത്തിലൂടെയും സാമ്പത്തിക ക്രമക്കേടിലൂടെയും കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് അദാനി ഗ്രൂപ്പ് നടത്തിയതെന്ന് അടിവരയിടുന്നുണ്ട്. ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് ഓഹരികൾക്ക് പ്രകടമായ ഇടിവുണ്ടായി. ഈ മാസം 10 പുറത്തിറക്കിയ റിപ്പോർട്ടിൽ സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനെയും ഭർത്താവ് ധവാൽ ബുച്ചിനെയും കുറിച്ച് ഹിൻഡൻബർഗ് കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. രാജ്യത്തിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററി ചെയർപേഴ്സൺ എന്ന നിലയിൽ അവർ നടത്തിയ ചില പ്രസ്താവനകൾ വ്യക്തിപരമായി നേട്ടമുണ്ടാക്കാൻ വഴിയൊരുക്കി. മാധവിയുടെ ഉടമസ്ഥതയിലുള്ള അഗോറ കൺസൾട്ടിംഗിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ടില്ല. മുഖ്യധാരയിൽ ഉള്ളതും എണ്ണപ്പെട്ടതുമായ ഓൺഷോർ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് സംവിധാനങ്ങൾ നിലനിൽക്കെ മാധവി ബുച്ചിനും ഭർത്താവിനും ചട്ടവിരുദ്ധമായ ഒട്ടേറെ കടലാസ് കമ്പനികളുടെ ഓഹരിയുള്ളതും ഹിൻഡൻബർഗ് തുറന്നുകാട്ടുന്നു. അദാനിയുമായി ബന്ധപ്പെട്ട രഹസ്യ വിദേശ നിക്ഷേപങ്ങളിലെല്ലാം സെബി മേധാവിക്ക് പങ്കാളിത്തമുണ്ടെന്നതാണ് ചുരുക്കം. അദാനി ഗ്രൂപ്പ് ഡയറക്ടർ നിയന്ത്രിക്കുന്നതും വിനോദ് അദാനി സാമ്പത്തിക തട്ടിപ്പിന് ഉപയോഗിക്കുന്നുവെന്ന് ആവർത്തിക്കുന്നതുമായ സ്ഥാപനത്തിലാണ് സെബി മേധാവിയുടെ നിക്ഷേപം എന്നത് ദുരൂഹമാണ്. വയർക്കാട് അഴിമതിയുമായി ബന്ധമുള്ളതാണ് ഈ സ്ഥാപനം. മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ നരേന്ദ്രമോദിയുമായി ആത്മബന്ധം പുലർത്തുന്ന ഗൗതം അദാനിയുടെ പങ്കാളിത്തം രാഷ്ട്രീയ ആരോപണമായും പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലൊന്നായും ഉയർന്നു വന്നിരുന്നു. വിവിധ ഘട്ടങ്ങളിൽ വ്യക്തതയോടെ ഷോർട്ട് സെല്ലർ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചു. പക്ഷേ എല്ലാ ആരോപണങ്ങളും അദാനി ഗ്രൂപ്പ് നിഷേധിച്ചുകൊണ്ടേയിരുന്നു. ഇക്കഴിഞ്ഞ ജൂൺ 27 സെബി ഹിൻഡൻബർഗിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ഹിൻഡൻബർഗിന്റെ ഷോർട്ട് സെല്ലർ പദവി ഒട്ടേറെ അവ്യക്തതകളിലും പരിമിതികളിലുമാണ് എന്നതായിരുന്നു പരാതി. 2017 ഏപ്രിൽ മുതൽ 2022 മാർച്ച് വരെ മാധവി ബുച്ച് പൂർണ്ണസമയ അംഗവും സെബി ചെയർമാനും ആയിരിക്കെ സിംഗപ്പൂർ ആസ്ഥാനമായ അഗോറ പാർട്ട്നേഴ്സ് ഓഫ്ഷോർ കൺസൾട്ടിംഗ് സ്ഥാപനത്തിൽ പൂർണ്ണമായും നിരന്തരം ഇടപെട്ടിരുന്നു. 2022 മാർച്ച് 16 സെബി ചെയർപേഴ്സണായി നിയമിതനായി 2 ആഴ്ച കഴിഞ്ഞ് അവർ ബന്ധപ്പെട്ട ഓഹരികൾ ഭർത്താവിന് കൈമാറി. അഗോറ അഡ്വൈസറി എന്ന ഇന്ത്യൻ കൺസൾട്ടിംഗ് ബിസിനസ്സിൽ മാധവി ബുച്ചിന് നിലവിൽ 99% ഓഹരിയാണുള്ളത്. ഭർത്താവ് ഇവിടെ ഡയറക്ടറുമാണ്. 2022 കൺസൾട്ടിംഗ് ഇടപാടിൽ നിന്ന് $2,61,000 വരുമാനമാണ് ഇവർ നേടിയത്. സെബിയിൽ മാധവി വെളിപ്പെടുത്തിയ ശമ്പളത്തിന്റെ 4.4 മടങ്ങാണ് ഇത്. അഗോറ അഡ്വൈസറി എന്ന കൺസൾട്ടൻസി സ്ഥാപനത്തിൽ നിന്ന് 3.71 കോടി രൂപ ചട്ടവിരുദ്ധമായി സമ്പാദിച്ചതായി റോയിട്ടേഴ്സും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിട്ടും ഇതൊന്നും കാര്യമായി എടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ കൂട്ടാക്കിയിട്ടില്ല. ഒരു ഭാഗത്ത് നിന്ന് പൊളിച്ചു തുടങ്ങിയാൽ സ്വന്തം കൊട്ടാരം കൂടി തകർത്തേ പൊളി പൂർണ്ണമാകൂ എന്ന കൃത്യമായ ബോധ്യമാണ് അവരെ നയിക്കുന്നത്. എന്നാൽ ഈ കള്ളക്കളികൾ അധികകാലം അവഗണിക്കാമെന്ന് മോദിയും കൂട്ടരും കരുതുന്നത് ശുദ്ധ മണ്ടത്തരമായിരിക്കുമെന്ന് പറയാതെ വയ്യ.